ഉത്രാടസന്ധിയിൽ ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷങ്ങളുമായി നമ്മളുടെ വാർത്തായാത്ര തുടരുകയാണ്. ഓണത്തിരക്കിന്റെ ഓളത്തിലാണ് നാടും നഗരവും. പണ്ട് ഗ്രാമചന്തകളിലെ തിരക്കായിരുന്നു ഉത്രാടപ്പാച്ചിലില്ലെങ്കിൽ ഇന്നത് നഗരങ്ങളിലേക്ക് മാറി എന്ന് മാത്രം. ഓണക്കോടിയും ഓണസദ്യക്കായുള്ള വിഭവങ്ങളും വാങ്ങാൻ എത്തിയവരുടെ തിരക്കായിരുന്നു എവിടെയും. മാളുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളുമൊക്കെ ഉത്രാടപ്പാച്ചിലിന്റെ പുത്തനിടങ്ങളായും മാറി. പച്ചക്കറി കടകളിലും പലവ്യഞ്ജന കടകളിലും തുണിക്കടകളിലും പൂക്കൾ പഴം വിപണികളിലുമൊക്കെ നിന്ന് തിരിയാനാവാത്ത തിരക്കുള്ള ദിനമായി. കാശ് പോയാലും വേണ്ടില്ല, കാര്യം നടക്കട്ടെ എന്ന് വേവലാതിപ്പെടുന്ന മലയാളി ഓണത്തിനു വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടുന്ന ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ കാണാമിനി. അരുൺ സോളമൻ പഴവങ്ങാടിയിൽ നിന്ന്, അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്ന്, അഞ്ജന അനിൽകുമാർ ചാലയിൽ നിന്ന്, അലി അക്ബർ ഷാദർ പൂണത്തറയിൽ നിന്ന്, സുരേഷ് തോമസ് മിഠായി തെരുവിൽ നിന്ന്, ദിലീപ് ദേവസ്യ കൊല്ലം ബീച്ചിൽ നിന്ന്, പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്ന്, സന്ദീപ് രാജാക്കാട് നെടുങ്കണ്ടത്ത് നിന്ന്, ഇക്ബാൽ അറയ്ക്കാൽ വാണിയംകുളത്ത് നിന്നും, അർച്ചന രവീന്ദ്രൻ കാസർഗോഡ് നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും. എല്ലാ ഞങ്ങളുടെ വാർത്താ ലേഖകരും ഉത്രാടപ്പാച്ചിലിന്റെ ആവേശത്തിലാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ടും പ്രേക്ഷകരെ കാഴ്ചകൾ കാണിച്ചും ഈ വാർത്താ ദിനങ്ങളിൽ, ഈ ഓണദിനങ്ങളിൽ പ്രേക്ഷകർക്കൊപ്പം ഞങ്ങളുടെ ഈ റിപ്പോർട്ടർ സംഘമുണ്ടാവും. അരുൺ സോളമനിലേക്ക് ആദ്യം പോകുന്നു. അരുൺ സോളമൻ, ഉഷാറല്ലേ പഴവങ്ങാടി? തീർച്ചയായിട്ടും അരുൺ, ഉത്രാടപ്പാച്ചിലിന്റെ അവസാന ലാപ്പിലാണ് അനന്തപുരി. എന്തായാലും 4-5 മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ഉത്രാടപ്പാച്ചിലിന്റെ ഈ ജനങ്ങളുടെ തിരക്ക് എന്തായാലും അവസാനിക്കും. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നടയ്ക്ക് തൊട്ടടുത്താണ്. ഇവിടെ എന്തായാലും 3 റോഡുകൾ തിരിയുന്നു. ഈ 3 റോഡുകളിലും നമുക്ക് കാണാൻ കഴിയാത്ത വണ്ണം തിരക്കാണ്. അത്രയും ജനങ്ങൾ കൊണ്ട് തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് പരിചയമുള്ള ഒരു മനുഷ്യനെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം അത്രമാത്രം തിരക്കിലേക്ക് കടന്നിരിക്കുന്നു. നമ്മൾ വിചാരിക്കാത്ത അത്രയും ആളുകൾ വന്ന് കൂടിയിരിക്കുകയാണ്. നമുക്ക് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ മാളുകളൊക്കെയും തിരക്കുകളാണെങ്കിലും ഇവിടെ സാധാരണക്കാരായ മനുഷ്യന്മാരാണ് കച്ചവടം ചെയ്യുന്നത്. തെരുവ് കച്ചവടക്കാരെ നമുക്കിവിടെ ഒരുപാട് പേരെ കാണാം. വിവിധ സംസ്ഥാനങ്ങളിലുള്ള തെരുവ് കച്ചവടക്കാരാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ പഴവങ്ങാടി, ഈ ഗണപതി ക്ഷേത്രം അടക്കമുള്ള പ്രദേശങ്ങളിൽ കച്ചവടത്തിനായിട്ടുള്ളത്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ 100 രൂപ മുതൽ വസ്ത്രങ്ങൾ മേടിക്കാം. അതുപോലെ തന്നെ പച്ചക്കറികൾ, ഇത്തരത്തിൽ വളരെ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത്. ഇപ്പോൾ ഒരു 4-5 മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം നടയടയ്ക്കും. എന്തായാലും പത്മനാഭനെ കാണാനായിട്ടുള്ള ആളുകൾ എത്തുമ്പോൾ അതിലുപരി ഈ ഉത്രാടപ്പാച്ചിലിന് നാളെ തിരുവോണത്തിനായിട്ടുള്ള ഓണസദ്യ ഒരുക്കാനും അതുപോലെ തന്നെ ഓണക്കോടി വാങ്ങാനുമുള്ള ആളുകളാണ് എത്തുന്നത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ തന്നെയാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ഉള്ളത്. ഇതിന് തൊട്ടുപുറത്ത് ഈ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അന്യസംസ്ഥാനങ്ങളിലുള്ള പല തൊഴിലാളികളും ഇവിടെ വന്ന് വസ്ത്രങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള കുട്ടികൾക്കുള്ള കളിക്കോപ്പുകൾ, ഫാൻസി സാധനങ്ങൾ അടക്കമുള്ളവ വിൽക്കുന്ന ഒരിടം കൂടിയാണ്. നമുക്ക് കോഴിക്കോടിലെ മിഠായി തെരുവ് പോലെ അത്രയും ജനസാഗരമായി വന്നിറങ്ങുന്നു. എന്തായാലും നാളെ തിരുവോണത്തെ വരവേൽക്കാനായിട്ടുള്ള ആവേശം തന്നെയാണ് തിരുവനന്തപുരത്ത് കാണുന്നത്. എന്തായാലും സന്ധ്യ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള നടയിലുള്ള വിളക്കുകളെല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒരു 12 മണിയോടുകൂടി, എന്തായാലും 12 മണി വരെ എന്തായാലും ഈ തിരക്ക് അനുഭവപ്പെടുമെന്ന് തന്നെ പറയാം. കാരണം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാനപരമായി കൂലിപ്പണിയെടുക്കുന്ന മനുഷ്യന്മാരെല്ലാം കുടുംബമായിട്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാ ഫാൻസി കടകളിലെല്ലാം വളരെ തിരക്കുകളുണ്ട്. കാരണം നമുക്ക് പുറത്തെ ഒരു മാളുകളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പോത്തീസിലോ അല്ലെങ്കിൽ ലുലു മാളിലോ പോയി വാങ്ങുന്ന സാധനങ്ങൾക്ക് ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായി വളരെ വിലക്കുറവിൽ സാധനം വാങ്ങാം എന്നുള്ള ഒരു അവസരം തന്നെയാണ് ശരിക്കും ഈ പത്മനാഭസ്വാമി നടയിൽ നമുക്ക് തുറന്നിട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു അവസരത്തിലേക്കാണ് ജനങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് തൊട്ടടുത്ത് പോത്തീസ് ഉണ്ട്, വില എന്താണെന്ന് കൂടി അവരുടെ ചോദിക്കൂ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കുറച്ച് വിലയ്ക്ക് തുണിത്തരങ്ങൾ കിട്ടുന്ന മാർക്കറ്റ് ഈ കോട്ടയ്ക്കുള്ളിലെ പഴവങ്ങാടിയുടെ തൊട്ടുമുന്നിലുള്ള മാർക്കറ്റാണെന്ന് തോന്നുന്നു അല്ലേ? മഞ്ഞത്തോർത്തുമായിട്ട് നിൽക്കുന്നു. രാവിലെ റിന്യൂ സീതർ പരിചയപ്പെടുത്തിയ മഞ്ഞത്തോർത്ത്. തീർച്ചയായിട്ടും രാവിലെ റിനു ശ്രീധർ പരിചയപ്പെടുത്തിയ മഞ്ഞത്തോർത്ത് എന്തായാലും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഓണക്കാലം എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം തിരുവനന്തപുരത്ത് അരുണറിയാം, ബാലരാമപുരം കൈത്തറിയുടെ ഒരു പ്രധാനപ്പെട്ട ഗ്രാമം കൂടിയാണ്. ഈ മഞ്ഞക്കോടി എന്ന് പറയുന്നത് എല്ലാ കാലവും ഓണത്തിന് മാത്രം കൈത്തറി തൊഴിലാളികൾ നെയ്യുന്ന ഒന്നാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓണക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൈത്തറി എന്തായാലും തറി പൂട്ടി വെച്ച് അടുത്ത ഓണക്കാലത്തിനായിട്ട് കാത്തിരിക്കുന്നതാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ കൈത്തറി വിൽക്കുന്ന ഇവിടെ ഓണക്കോടി വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരനുണ്ട്. ചേട്ടാ, ഓണക്കോടി എങ്ങനെയാണ് വില? ഓണക്കോടി ഒരെണ്ണം 25 രൂപയാണ്. ബാലതാരം കൈത്തറിയാണ്. എല്ലാ വർഷവും ഇവിടെ കൊണ്ടുവരാറുണ്ട്. കച്ചവടം കുഴപ്പമില്ല, ചിലവുണ്ട്. കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ട്. കച്ചവടം നല്ലതായിട്ട് പോകുന്നുണ്ട്. ബാലതാരത്തു നിന്നാണോ വരുന്നത്? ബാലതാരത്തു നിന്നാണ്. അത് തന്നെയാണ് കൈത്തറി വസ്ത്രങ്ങളുടെ പൊന്നാട എന്നാണ് ഈ ശരിക്കും ഓണക്കോടി അറിയപ്പെടുന്നത്. എന്തായാലും ഇവിടെ വസ്ത്രങ്ങൾക്ക് വിലക്കുറവുണ്ട്. ഒരു ഓണക്കോടിക്ക് 25 രൂപയ്ക്കാണ് എന്തായാലും വിൽക്കുന്നത്. ഇത് ബാലരാമപുരത്തു നിന്നാണ് വരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ഇവിടെ ഒട്ടനവധി വസ്ത്രശാലകളുണ്ട്. ചേച്ചി ഫ്രോക്ക് നോക്കുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് വസ്ത്രങ്ങളൊക്കെ എങ്ങനെയാണ്? പൊതുവിൽ വിലക്കുറവുണ്ടോ? ചേട്ടാ
എങ്ങനെയാണ് പൊതുവിൽ എങ്ങനെയാണ് വില കുറവുണ്ടോ വസ്ത്രങ്ങൾക്ക്? എത്ര മുതലാണ് വില എങ്ങനെയാണ് ശരിക്കും? 40. അരുൺ, ഈ കുട്ടികൾക്കുള്ള വസ്ത്രം വിൽക്കുന്ന ഒരിടമാണ്. 140 രൂപ മുതൽ ഇവിടെ വസ്ത്രങ്ങൾ കിട്ടുമെന്നുള്ളതാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 100 രൂപ മുതൽ ഷർട്ടിനൊക്കെ 200 രൂപ മുതൽ വില ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ പല സംസ്ഥാനങ്ങളുള്ള ഹിന്ദി, ബംഗാൾ ഇങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്നവർ ഇവിടെ ഉണ്ട്. ഒഡീഷ അടക്കമുള്ള ഭാഷകൾ സംസാരിക്കുന്ന പലരും ഇവിടെ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ഈ പൂ കച്ചവടം ഒക്കെ ചെയ്യുന്നവർ ശരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ചേച്ചി, എങ്ങനെയുണ്ട് പൂവിന് എങ്ങനെയാണ് വില ഇപ്പോൾ? പൂവിന് എങ്ങനെയാണ് വില? പൂവ് 70 രൂപ വെച്ച് കൊടുക്കണ. തോവാളയിലെല്ലാം ഭയങ്കര വില വെച്ചാണ് നമ്മൾ വാങ്ങിച്ച് നഷ്ടത്തിലെയാണ് കൊടുക്കുന്നത്. തോവാളയിലിരുന്ന് അവർ വാങ്ങിക്കുമ്പോൾ ചാളയിലിരുന്ന് ഒരു മുഴത്തിന് എത്രയാ? കട്ടായല്ലോ. വരുന്നു. നമ്മൾ ദിലീപ് ദേവസിലേക്ക് ഒന്ന് പോയി വരാം. അരുൺ സോളമൻ, ഒരു മുഴം പൂ വാങ്ങിച്ചോളൂ, വേണ്ടി വരും നമുക്ക്.